പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വരമുയർത്തി പറയാം ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ വാക്കുകളിലാണ് നമ്മൾ ധൂർത്തപുത്രനെ കാണുക. ധൂർത്തപുത്രനെ പറ്റി നമുക്കറിയാം. അവൻ പിതാവിൻ്റെ സ്വത്തെല്ലാം നശിപ്പിച്ച് കളഞ്ഞ് ദൂരദേശത്തേക്ക് പോയി, പിതാവിൽ നിന്നൊക്കെ അകന്നുപോയി, മ്ലേച്ഛമായി ജീവിച്ച് അങ്ങനെ കഴിഞ്ഞ ഒരു മകൻ ധൂർത്തപുത്രൻ. പക്ഷെ ഇവിടെ നമ്മളെപ്പോഴും അറിയുന്നത് പോലെ തന്നെ പിതാവ്, കരുണ തന്നെയായ പിതാവ് അവനെ കാത്തിരിക്കുന്നു. ദൈവം കരുണയാണെന്ന് ഈശോ പറഞ്ഞു വെക്കുന്ന ഒരു ഉപമയാണ് ധൂർത്തപുത്രൻ്റെ ഉപമ എന്ന് നമുക്കറിയാം. പിതാവിനെ ഉപേക്ഷിച്ചു പോയ പുത്രൻ്റെ അവസ്ഥ എന്തായിരുന്നു? പുത്രൻ സമാധാനം കിട്ടാതെ അലഞ്ഞലഞ്ഞ്, എവിടെയും ഒരു ശാന്തി ലഭിക്കാതെ അലഞ്ഞലഞ്ഞാണ് അവസാനം പന്നിക്കുഴിയിലെത്തിയത് എന്നൊരു കഥയും നമുക്കറിയാം. ഇതെല്ലാം വസ്തുതയാണ്. വിശുദ്ധ ഫൗസ്റ്റീന എഴുതിയ എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ എന്ന പുസ്തകത്തിൽ, വിശുദ്ധ ഫൗസ്റ്റീന ഡയറി എന്ന് അറിയപ്പെടുന്ന പുസ്തകത്തിൻ്റെ 699-ാമത്തെ ഖണ്ഡികയിൽ ഫൗസ്റ്റീനയോട് ഈശോ ഇപ്രകാരം പറയുന്നുണ്ട്: എൻ്റെ കരുണയുടെ ഉറവയിൽ അണയാതെ മാനവകുലത്തിന് സമാധാനം ലഭിക്കുകയില്ല. എൻ്റെ കരുണയുടെ ഉറവയിൽ അണയാതെ മാനവകുലത്തിന് സമാധാനം ലഭിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. സ്വരം ഉയർത്തി പറയണം ഹല്ലേലൂയ. അല്പം കൂടി ഉറക്കെ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരുണയിലേക്ക് ഏതൊരു മനുഷ്യൻ കടന്നു വരുന്നോ അവൻ ദൈവത്തിൽ നിന്നുള്ള ശാശ്വതമായ സമാധാനം ലഭിക്കുന്ന വ്യക്തിയായിരിക്കും. ശാശ്വതമായ സമാധാനം ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്ന മനുഷ്യന് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് ദൈവം തൻ്റെ പ്രിയപുത്രിയിലൂടെ, വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ ലോകത്തിലേക്ക് വെളിപ്പെടുത്തിയത് ഇതാ എൻ്റെ കരുണയിൽ ആരെല്ലാം അണയുന്നുണ്ടോ അവര് സമാധാനം ലഭിക്കും. ആരെല്ലാം എൻ്റെ കരുണയിലേക്ക് കടന്നു വരുന്നില്ലയോ അവർക്ക് സമാധാനം ലഭിക്കുകയില്ല എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. സ്വരം ഉയർത്തി പറയാം ഹല്ലേലൂയ. സ്വരം പോരല്ലോ ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവകരുണയുടെ ശുശ്രൂഷയുടെ അല്ലെങ്കിൽ ദൈവകരുണയുടെ സന്ദേശത്തിൻ്റെ പ്രസക്തി എന്നുള്ളത്. ഇന്ന് ലോകം മുഴുവൻ സമാധാനം കിട്ടാതെ, ലോകത്തിലെ ആർക്കും സമാധാനമില്ലാതെ ഓടി നടക്കുന്ന ഈ കാലഘട്ടത്തിൽ എവിടെ സമാധാനം ലഭിക്കും, എവിടെ ശാന്തി ലഭിക്കും, എങ്ങോട്ട് പോകണം എന്ന് അറിയാതെ ഉഴലുന്ന ഈ കാലഘട്ടത്തിൽ ഒരേ ഒരു ഉത്തരം മാത്രമേയുള്ളൂ. അത് ദൈവത്തിൻ്റെ കരുണയിലേക്ക് കടന്നു വരിക എന്നുള്ളത് മാത്രമാണ്. അത് ആ ചോദ്യത്തിൻ്റെ ഉത്തരം. ദൈവത്തിൻ്റെ കരുണയിലേക്ക് ആരെല്ലാം കടന്നു വരുന്നു അവൻ സമാധാനത്തിലാണ്. അവൻ സമാധാനത്തിലേക്ക് കടന്നു വരുന്നത്. അവൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കാം, അവൻ ഒരുപാട് വേദനകൾ ഉണ്ടായിരിക്കാം, അവൻ്റെ ജീവിതത്തിൽ തകർച്ചയുടെ ഘട്ടങ്ങൾ ഉണ്ടായിരിക്കാം. എങ്കിൽ പോലും അവൻ കടന്നു വരിക വലിയ സമാധാനത്തിലേക്കായിരിക്കും. 2002 ഓഗസ്റ്റ് മാസം 17-ാം തീയതി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ദൈവകരുണയ്ക്ക് ഈ ലോകത്തെ തന്നെ പ്രതിഷ്ഠിച്ചു. ലോകത്തെ ദൈവകരുണയ്ക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് ഇപ്രകാരം പറഞ്ഞു: ദൈവത്തിൻ്റെ കരുണയല്ലാതെ മനുഷ്യരക്ഷയ്ക്ക് പ്രത്യാശയുടെ മറ്റൊരു ഉറവിടവുമില്ല. പ്രത്യാശയുടെ ഉറവിടം എന്ന് പറഞ്ഞാൽ അത് ദൈവകരുണയാണ് എന്ന് പരിശുദ്ധ പിതാവ് അന്ന് ഈ ലോകത്തെ മുഴുവൻ ദൈവകരുണയ്ക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ട് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്വരത്തിൽ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അറിഞ്ഞോ അറിയാതെയോ നമ്മൾ തിരസ്കരിക്കുന്ന സന്ദേശമാണ് ദൈവകരുണയുടെ സന്ദേശം. ഇന്നിൻ്റെ മക്കൾക്ക് ദൈവകരുണയുടെ സന്ദേശത്തിലേക്ക് കടന്നു പോകാനായിട്ട് ഒരു വിമുഖതയുണ്ട്. എന്തുകൊണ്ടാണ് ഇന്നിൻ്റെ മക്കൾ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുക? ഈശോ തന്നെ വളരെ വ്യക്തമായിട്ട് വചനത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട്.
മത്തായിയുടെ സുവിശേഷത്തിന്റെ 24-ാം അധ്യായം 37-38 വാക്യങ്ങളിൽ ഈശോ ഇപ്രകാരം അന്ത്യവിധിയെ പറ്റി പറയുന്ന സമയത്ത്, അന്ത്യകാലത്തെ പറ്റി പറയുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു: നോഹയുടെ ദിനങ്ങൾ പോലെ ആയിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം. നോഹ പേടകത്തിൽ പ്രവേശിച്ച ദിവസം വരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തു കൊടുത്തും കഴിഞ്ഞു പോന്നു. അപ്പോൾ തിന്നും കുടിച്ചും വിവാഹം ചെയ്തു കൊടുത്തും ആഹ്ലാദിച്ചും ആമോദിച്ചും നടക്കുന്ന ഒരു സമൂഹത്തിന് ദൈവത്തിന്റെ കരുണയെ പറ്റി ചിന്തിക്കാനായിട്ട് സമയമില്ല. അവന് ദൈവത്തിന്റെ കരുണയല്ല പ്രധാനം. അവന്റെ പ്രധാനം അന്നുള്ള സന്തോഷമാ, അന്നുള്ള ആഹ്ലാദമാ, ശരീരത്തിന്റെ ഉത്കൃഷ്ടിയ. അതൊക്കെയാണ് അവന്റെ ആഗ്രഹം. അവന് സുഖം എവിടെ കിട്ടുമോ, എവിടെ സുഖം കിട്ടുമോ, എവിടെ ആനന്ദം കിട്ടുമോ അങ്ങോട്ടേക്ക് ഓടി അണയാനുള്ള വലിയൊരു ദാഹമാ ഇന്നിന്റെ മക്കൾക്കുള്ളത്. ഈ ദാഹമുള്ള മക്കള് അവസാനം ഈശോ പറഞ്ഞതുപോലെ നോഹയുടെ ദിവസങ്ങൾ പോലെ പെട്ടെന്ന് കടന്നു വരും അന്ത്യവിധിയുടെ ദിവസവുമെന്ന്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 19-ാമത്തെ അധ്യായത്തിന്റെ 22 മുതലുള്ള വാക്യങ്ങളിൽ വളരെ മനോഹരമായിട്ട് ഒരു ഭാഗം കാണുന്നുണ്ട്. ഇവിടെ ലോത്ത് സോദോം ഗൊമോറ വിടുന്ന ഒരു ഹെഡിങ്ങിലോട് കൂടിയാണ് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 19-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ എഴുതി വെച്ചിരിക്കുക. അതിൽ 16-ാമത്തെ വചനം ഇവിടെ ഇപ്രകാരം കാണുകയാണ്: ഇവിടെ ദൈവത്തിന്റെ 2 ദൂതന്മാർ ലോത്തിന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഇതാ ഈ ലോകം, ഈ നഗരം നശിക്കാൻ പോവുകയാണ്. ദൈവം അഗ്നിയും ഗന്ധകവും അയച്ച് ഈ നഗരത്തെ നശിപ്പിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നിന്നോട് ദൈവത്തിന് കരുണയുള്ളത് കൊണ്ട് നീ ഇവിടെ നിന്ന് വിട്ടു പോകണം. ഞാൻ പറയുന്നിടത്തേക്ക് നീ ഈ ദേശം വിട്ടു പോകണം. 16-ാമത്തെ വചനം പറയുന്നു, എന്നാൽ അവൻ മടിച്ചു നിന്നു. ലോത്ത് ഈ ദേശം വിട്ട് സോദോം ഗൊമോറ വിട്ടു പോകാൻ മനസ്സ് കാണിക്കാതെ അവിടെ മടിച്ചു നിൽക്കുക. എന്താ ലോത്ത് ഈ സോദോം ഗൊമോറ വിട്ടു പോകാനായിട്ട് മടി കാണിക്കുന്നതിന്റെ കാരണം നമുക്ക് പഴയൊരു ചരിത്രം അറിയാം. അബ്രഹത്തിൽ നിന്ന് ഫലഭൂയിഷ്ടമായിട്ടുള്ള ദേശം സ്വന്തമാക്കിയവനാ ലോത്ത്. ഇവൻ താമസിക്കുന്ന ഇടം ഫലഭൂഷ്ടമുള്ളതാ, എല്ലാ തരത്തിലുള്ള ആനന്ദവും നിറഞ്ഞതാ, എല്ലാ തരത്തിലുള്ള സമൃദ്ധിയുമുണ്ട്. ഈ സമൃദ്ധി വിട്ട്, ഈ ആനന്ദം വിട്ട്, ഈ ആഹ്ലാദം വിട്ട് എങ്ങോട്ട് പോകാനായിട്ട് പറ്റിയല്ല. ദൈവം പറഞ്ഞു, ലോത്തെ നീ ഇവിടെ നിൽക്കുന്നത് നല്ലതല്ല. നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് അത് നാശത്തിനുള്ളതാ. ഈ ദേശം നശിപ്പിക്കപ്പെടാൻ വേണ്ടി പോവുകയാ. അതുകൊണ്ട് നീ സുരക്ഷിത സ്ഥലം, ഞാൻ കാണിച്ചു തരുന്ന സ്ഥലം, അങ്ങോട്ടേക്ക് പോകണം. അവൻ പറഞ്ഞു, അയ്യോ പറ്റത്തില്ല. അവൻ മടിച്ചു നിന്നു എന്ന 16-ാമത്തെ വചനം പറയുന്നത്. പക്ഷേ അടുത്ത വചനം 16-ാമത്തെ വചനം ഇങ്ങനെ തുടരുന്നു: കർത്താവിന് അവനോട് കരുണ തോന്നി. കർത്താവിന് അവനോട് കരുണ തോന്നി. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കർത്താവിന്റെ ദൂതന്മാർ എന്ത് ചെയ്തു എന്നറിയാമോ? ആ മനുഷ്യർ, കർത്താവിന്റെ ദൂതന്മാർ അവനെയും ഭാര്യയെയും മക്കളെയും കൈക്ക് പിടിച്ച് നഗരത്തിന് പുറത്തേക്ക് നയിച്ചു. കർത്താവിന്റെ കരുണ തോന്നിയത് കൊണ്ട് കർത്താവിന്റെ കരം ലോത്തിനെയും കുടുംബത്തെയും ഈ നശിപ്പിക്കപ്പെടാൻ പോകുന്ന നഗരത്തിൽ നിന്ന് പുറത്തേക്ക് നയിച്ചു. എന്നിട്ട് പറഞ്ഞു, ലോത്തെ നീ കടന്നു പോകണം. അതാ കാണുന്നില്ലേ ആ മലമുകൾ കാണുന്നില്ലേ? ആ മലമുകളിലേക്ക് നീ പോകണം. അത്രയും ദൂരം നീ കയറണം. അവിടെയാണ് എൻ്റെ കരുണയുടെ ദേശമുള്ളത്. എൻ്റെ കരുണ പാർക്കുന്ന ദേശമാത്. നീ അങ്ങോട്ട് കടന്നു പോകണം. അപ്പോ ലോത്ത് മുന്നോട്ട് നീങ്ങിയപ്പോ ലോത്ത് കാണുക ആ മല വളരെ വലുതാ. ആ മല വളരെ വലുതാ. ലോത്ത് അവരോട് പറഞ്ഞു, യജമാനെ അങ്ങനെ പറയരുതേ, എനിക്ക് ആ മലയിൽ ഓടിക്കയറി രക്ഷപ്പെടാൻ വയ്യ. അപകടം എന്നെ പിടികൂടി ഞാൻ മരിച്ചേക്കുമെന്ന് ഭയപ്പെടുന്നു. ഇതാ ആ കാണുന്ന 20-ാമത്തെ വചനം, ഇത് ആ കാണുന്ന പട്ടണം ഓടി രക്ഷപ്പെടാവുന്നത്ര അത്രയും അടുത്താണ്, ചെറുതുമാണ്. ചെറുത്. എനിക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും ചെയ്യാൻ പറ്റിയല്ല. ആ വലിയ മലയിലേക്കൊന്നും ഓടിക്കയറാൻ പറ്റിയല്ല. അതുകൊണ്ട് നീ ചെറിയ എന്തെങ്കിലും ഒരു ടാസ്ക് എനിക്ക് തരികയാണെങ്കിൽ ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കാം. പ്രൈസ് ദി ലോർഡ്. സോറി പറയാം, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവർ, വചനം പറയുന്നു, 21-ാമത്തെ വചനം പറയുന്നു, ശരി, അക്കാര്യവും ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. നീ പറഞ്ഞ പട്ടണത്തെ ഞാൻ നശിപ്പിക്കുകയില്ല. വേഗമാകട്ടെ, നീ അങ്ങോട്ടേക്ക് ഓടി രക്ഷപ്പെട്ടുകൊള്ളുക. വലുത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ലേ? കർത്താവ് ചെറുത് തരും.
അതാണ് ദൈവത്തിന്റെ കരുണ എന്ന് പറയുന്നത്. വലിയ അഭ്യാസങ്ങളൊന്നും നിങ്ങൾ ചെയ്യണമെന്നേ, വലിയ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യണമെന്നേ. ദൈവം ആവശ്യപ്പെടുന്നത് ദൈവത്തിന്റെ കരുണയിലേക്ക്, കർത്താവേ നിന്റെ കരുണയിൽ ഞാൻ ശരണപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ കരുണയിലേക്ക് കടന്നു ചെല്ലുക എന്നുള്ളത് മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. സ്വരത്തിൽ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ദൈവം ആഗ്രഹിക്കുന്നത് ഒരു മനുഷ്യൻ പോലും, ഒരാത്മാവ് പോലും രക്ഷപ്പെടണം, നശിച്ചു പോകരുത് എന്നുള്ളതാണ്. എല്ലാ ആത്മാക്കളും രക്ഷപ്പെടണമെന്നും ഒരാത്മാവ് പോലും നശിച്ചു പോകരുതെന്നുള്ളതല്ല ദൈവത്തിൻ്റെ ഒരു ആഗ്രഹമുണ്ടല്ലോ. അത് വിശുദ്ധ പൗലോസ് ഡയറിയിലൂടെ ഈശോ വെളിപ്പെടുത്തി. 1396 ഖണ്ഡികയിൽ ഈശോ പറയാണ്, ഓ പാപികൾ, എൻ്റെ കരുണയെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇത്രയധികം പേർ നശിച്ചു പോവുകയില്ലായിരുന്നു. എന്നിട്ട് 97 ഇങ്ങനെ ഈശോ തുടരുകയാണ്, ഓരോ ആത്മാവിൻ്റെയും നഷ്ടത്താൽ ഞാൻ മരണ തുല്യമായ ദുഃഖം അനുഭവിക്കുന്നു. ഓരോ ആത്മാവും നഷ്ടപ്പെടുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ദുഃഖമുണ്ടല്ലോ, അതെങ്ങനെയുള്ള ദുഃഖമാണെന്നറിയാമോ? കാൽവരിയിൽ കുരിശില് ഞാൻ അന്ന് മരണത്തോട് മല്ലിട്ട സമയത്ത് ഞാൻ അനുഭവിച്ച ദുഃഖമുണ്ടല്ലോ, ആ ദുഃഖത്തോളം ഞാൻ ദുഃഖം അനുഭവിക്കുക ഓരോ ആത്മാവും നശിച്ചു പോകുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശമാണ് ദൈവ കരുണയുടെ സന്ദേശം. മറ്റൊരിടത്തും രക്ഷയില്ല, യേശുവിലാണ്, യേശുവിന്റെ കരുണയിലാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞതുപോലെ, പ്രത്യാശയുടെ മറ്റൊരു ഉറവിടവുമില്ല ദൈവ കരുണയല്ലാതെ എന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു. പ്രത്യാശയുടെ മറ്റു ഒരു ഉറവിടവുമല്ല ദൈവത്തിൻ്റെ കരുണയല്ലാതെ മറ്റൊന്നുമില്ല. കാരണം എന്താ? ഈ ദൈവത്തിൻ്റെ കരുണയിലേക്ക് ഏതെല്ലാം ആത്മാക്കൾ ശരണപ്പെടുന്നു, ദൈവമേ ഞാൻ നിന്റെ കരുണയിൽ ശരണപ്പെടുന്നു, ഞാൻ നിന്നിൽ ശരണപ്പെടുന്നു എന്ന് പറഞ്ഞ് ഏതെല്ലാം ആത്മാക്കൾ ദൈവത്തിൻ്റെ കരുണയിലേക്ക് കടന്നു ചെല്ലുന്നു, ആ ആത്മാക്കൾ രക്ഷിക്കപ്പെടുന്ന ആത്മാക്കൾ ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ആ ആത്മാക്കൾ മാത്രം. ഇത് കരുണയുടെ യുഗമാണെന്ന് പറയാൻ കാരണം അതാ. വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ ഈശോ പറഞ്ഞു, നീതിമാനായ ന്യായാധിപനായി ഞാൻ വരും. 83 ഖണ്ഡിക, വിശുദ്ധ ഫൗസ്റ്റീന ഡയറിയുടെ 83 ഖണ്ഡിക. നീതിമാനായ ന്യായാധിപനായി ഞാൻ വരും, അതിനു മുമ്പ് ഞാൻ കരുണയുടെ രാജാവായിട്ട് വരുന്നു എന്നിട്ട് പറയുകയാണ് ഡയറിയുടെ 1146, നീതിമാനായ ന്യായാധിപനായി വരുന്നതിന് മുൻപ് ഞാൻ ആദ്യം എൻ്റെ കരുണയുടെ കവാടം മലർക്കെ തുറക്കുന്നു. കരുണയുടെ വാതിലൂടെ പ്രവേശിക്കാൻ വിസമ്മതിക്കുന്നവർ എൻ്റെ നീതിയുടെ വാതിലിലൂടെ കടന്നു പോകേണ്ടി വരും. നീതിമാനായ ന്യായാധിപനായിട്ട് ഈശോ കടന്നു വരുന്ന ഒരു ദിവസം ഉണ്ട് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. ചില ആൾക്കാരെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെ ദൈവത്തിന് നീതിയുടെ ന്യായാധിപൻ എന്നൊന്നും ഇല്ല. കാരണം കർത്താവ് കരുണയാണ്. പ്രത്യേകിച്ച് കരുണയുടെ വർഷം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോ ചില ആൾക്കാർ പറഞ്ഞു, ഇതേ കർത്താവ് കരുണയാണ്, അതുകൊണ്ട് അവൻ നീതിയുടെ ദണ്ഡ് അല്ലെങ്കിൽ നീതിയുടെ വിധി അവൻ നടത്തില്ല. കാരണം കർത്താവ് കരുണയല്ലേ. എല്ലാ മനുഷ്യരെയും കർത്താവ് സ്വർഗത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകും എന്ന് ചില ആൾക്കാരെങ്കിലും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഒരല്പം കൂടി ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ ഫൗസ്റ്റീനോട് ഈശോ പറഞ്ഞു, ഞാൻ നീതിയുള്ള ന്യായാധിപനായി വരും, അതിനു മുമ്പ് കരുണയുടെ രാജാവായിട്ട് വരും. ഞാൻ എൻ്റെ കരുണയുടെ കവാടങ്ങൾ മലർക്കെ തുറക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിച്ചാലും ഇല്ലെങ്കിലും കഴിഞ്ഞ വർഷം 2016 കരുണയുടെ ജൂബിലി വർഷമായിരുന്നു. കരുണയുടെ ജൂബിലി വർഷം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അസാധാരണ ജൂബിലി എന്നായിരുന്നു കരുണയുടെ ജൂബിലി പ്രഖ്യാപിച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തെ അറിയിച്ചത്. ഇതിനു മുമ്പ് അസാധാരണ ജൂബിലി പ്രഖ്യാപിച്ചിരിക്കുന്നത് 2 തവണ മാത്രമാണ്. ഇത് 3ാമത്തെ തവണയാണ് അസാധാരണ ജൂബിലി പ്രഖ്യാപിച്ചത്. പക്ഷേ ഇതിനു മുൻപ് അസാധാരണ ജൂബിലി പ്രഖ്യാപിച്ചതിനേക്കാൾ വിഭിന്നമായിട്ട് ഇപ്പോൾ സംഭവിച്ച ഒരു കാര്യമുണ്ട്. ഈ അസാധാരണ 2016 കരുണയുടെ അസാധാരണ ജൂബിലി വർഷത്തിൽ ലോകത്തെങ്ങുമുള്ള കരുണയുടെ ദേവാലയങ്ങളിൽ അല്ലെങ്കിൽ കത്തീഡ്രൽ ദേവാലയങ്ങളും തീർത്ഥാടന ദേവാലയങ്ങളിലും കരുണയുടെ കവാടങ്ങൾ, കരുണയുടെ വാതിലുകൾ തുറക്കപ്പെട്ടു. ഇതൊരു സാധാരണ സംഗതിയല്ല. കാരണം ജൂബിലി വർഷങ്ങളിൽ കരുണയുടെ വാതിലുകൾ തുറക്കപ്പെടുക എന്നുള്ളത് സാധാരണമാണ്.
ഏതാ ജൂബിലി വർഷങ്ങൾ ഇഷ്ടം പോലെ കടന്നുപോയി. ഓരോ 25 വർഷം കൂടുമ്പോഴും ജൂബിലി വർഷങ്ങൾ സഭയിൽ ആഘോഷിക്കുന്നുണ്ട്. ആ സമയത്തെല്ലാം കരുണയുടെ വാതിലുകൾ തുറക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെയൊന്നും ഓർമ്മയിൽ ചിലപ്പോൾ കാണില്ല. കാരണം ഈ സമയത്ത് തുറക്കപ്പെട്ടിട്ടുള്ള കരുണയുടെ വാതിലുകൾ അത് റോമിലെ 4 പൊന്തിഫിക്കൽ ദേവാലയങ്ങളിലെ വാതിലുകൾ മാത്രമായിരുന്നു. റോമിലെ 4 പൊന്തിഫിക്കൽ ദേവാലയങ്ങളിൽ കരുണയുടെ കവാടങ്ങൾ തുറക്കപ്പെട്ടിട്ടുണ്ട് എല്ലാ ജൂബിലി വർഷങ്ങളിലും. എന്നാൽ 2016 കരുണയുടെ അസാധാരണ ജൂബിലി വർഷത്തിൽ മാത്രം ഒരു പ്രത്യേകതയുണ്ടായി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കരുണയുടെ കവാടങ്ങൾ ലോകം മുഴുവനിലും തുറന്നു. ലോകം മുഴുവനിലും തുറക്ക വഴി ഒരു സംഭവം കൂടി നടന്നു. എന്താണ്? 1146 ഡയറിയുടെ 1146 പ്രവചനം പൂർത്തിയായി. എന്തായിരുന്നു വിശുദ്ധ ഫൗസ്റ്റീനിലൂടെ നൽകപ്പെട്ട പ്രവചനം? ഞാൻ നീതിയുള്ള ന്യായാധിപനായി വരുന്നതിന് മുമ്പ് കരുണയുടെ കവാടങ്ങൾ തുറക്കുമെന്ന വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ ഈശോ നൽകിയ പ്രവചനം അന്ന് കഴിഞ്ഞ വർഷം പൂർത്തിയായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്വരവൃതി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പിതാവിന് ഒരു പൊട്ട ബുദ്ധിയിൽ തോന്നിയതല്ല ഇത്. ഇത്രയും നാൾ ഈ 2016 വർഷത്തിൽ തുറക്കാത്ത വാതിലുകളാ 2016 തുറന്നത്. അതിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? നീതിയുടെ ദിവസങ്ങൾ ഇത് അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്വരവൃതി പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഡയറിയുടെ 635 പരിശുദ്ധ അമ്മ വിശുദ്ധ ഫൗസ്റ്റീനയോട് ഇപ്രകാരം പറഞ്ഞു: ഞാൻ രക്ഷകനെ ലോകത്തിന് പ്രദാനം ചെയ്തു. എന്നാൽ ഇപ്പോൾ കർത്താവിന്റെ കരുണയെക്കുറിച്ച് ലോകത്തോട് പറഞ്ഞ് അവിടുത്തെ രണ്ടാമത്തെ വരവിനായി ലോകത്തെ ഒരുക്കണം. ലോകത്തെ കർത്താവിന്റെ രണ്ടാമത്തെ വരവിനായിട്ട് ഒരുക്കുക കരുണയുടെ സന്ദേശം പറഞ്ഞുകൊണ്ടായിരിക്കണമെന്ന് വിശുദ്ധ ഫൗസ്റ്റീനയോട് ദൈവമാതാവ് പരിശുദ്ധ അമ്മ ഉദ്ബോധനം ചെയ്യുകയാണ്. പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുക, മോളെ ഇനി അവൻ വരുമ്പോ അവന്റെ രണ്ടാമത്തെ വരവുണ്ടല്ലോ, ആ വരവിന് മുമ്പായിട്ട് കർത്താവിന്റെ കരുണയെ പറ്റി ലോകത്തോട് പറയണം. കാരണം എന്താ? ഒരു പാപി പോലും നശിച്ചു പോകരുത്. എല്ലാ പാപികളും കർത്താവിന്റെ കരുണയിൽ ആശ്രയിക്കുകയും സ്വർഗത്തിലെത്തുകയും ചെയ്യണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ഇഷ്ടം. ഈശോ തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നെ ഏൽപ്പിച്ച ഒരുവനെ പോലും നഷ്ടപ്പെടുത്തി കളയാതെ സ്വർഗത്തിലേക്ക് അവനെ ചേർക്കണമെന്നാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഇതാ എങ്ങനെയാണ് പിതാവിൻ്റെ സന്നിധിയിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് ഒരു പാപിയെ ചേർക്കുക? അത് ചേർക്കുന്നത് കർത്താവിൻ്റെ കരുണയെ പറ്റി പറഞ്ഞിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. സ്വരൂപത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ വീണ്ടും പറയാണ്, എന്നാൽ ഇപ്പോൾ കർത്താവിൻ്റെ കരുണയെ കുറിച്ച് ലോകത്തോട് പറഞ്ഞ് അവിടുത്തെ രണ്ടാമത്തെ വരവിനായി ലോകത്തെ ഒരുക്കണം. അവൻ അന്ന് വരുന്നത് കരുണാസമ്പന്നനായ രക്ഷകനായിട്ടല്ല, മറിച്ച് നീതിമാനായ വിധിയാളനായിട്ടായിരിക്കും. ഇനി അവൻ വരുന്നത് കരുണാസമ്പന്നനായ രക്ഷകനായിട്ടല്ല, മറിച്ച് നീതിമാനായ വിധിയാളനായിട്ടായിരിക്കും. എന്താ പ്രിയപ്പെട്ടവരെ കരുണാസമ്പന്നനായ രക്ഷകനിൽ നിന്ന് നീതിമാനായ വിധിയാളനിലേക്കുള്ള വ്യത്യാസം? കരുണാസമ്പന്നനായ രക്ഷകൻ എപ്പോഴും കരുണയോടുകൂടി തന്നെ കാണും. കർത്താവിൻ്റെ കരുണ പക്ഷെ അവസാനിക്കുന്നില്ലെന്ന് പറഞ്ഞാലും നീതിമാന്റെ പ്രത്യേകത ആ ന്യായാധിപന് ഒരു വിധി പ്രസ്താവിക്കുക എന്നുള്ളത് കൃത്യമായ നീതിയുടെയും ന്യായത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. ഉദാഹരണത്തിന് ഒരു കോടതിയിലെ ഒരു ന്യായാധിപനുണ്ടെന്നിരിക്കട്ടെ, അദ്ദേഹത്തിൻ്റെ മകനാണ് പ്രതിയെന്നിരിക്കട്ടെ, തെളിവുകളെല്ലാം അദ്ദേഹത്തിന് മകന് എതിരാണെന്നിരിക്കട്ടെ. ഇവിടെ എന്താ സംഭവിക്കുക? നീതിമാനായ ന്യായാധിപനാണെങ്കിൽ അവൻ ആ മകനെതിരെ വിധിക്കേണ്ടി വരും. അവിടെ അവൻ്റെ കരുണയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ വരും. അപ്പൊ ഈശോ ഇനി കടന്നു വരിക കരുണയുള്ള രാജാവായിട്ടായിരിക്കുകയല്ല, മറിച്ച് നീതിമാനായ വിധിയാളനായിട്ടായിരിക്കും എന്നുള്ളതാണ് വിശുദ്ധ ഫൗസ്റ്റീന പരിശുദ്ധ അമ്മ പറഞ്ഞു വെക്കുക. ഹെബ്രായ ലേഖനം 9-ാമത്തെ അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം ഇപ്രകാരം പൗലോസ് ഓർമ്മപ്പെടുത്തുന്നു: അവൻ വീണ്ടും വരും, പാപപരിഹാരാർത്ഥമല്ല. അവൻ വീണ്ടും വരും, പാപപരിഹാരാർത്ഥമല്ല, ഇനിയൊരു പാപത്തിന് പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ടല്ല, തന്നെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഇനി അവൻ വരിക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആകാംക്ഷയോടെ കർത്താവിന് രണ്ടാമത്തെ വരവിനായി ആരെല്ലാം കാത്തിരിക്കുന്നു, അവരെ രക്ഷിച്ച് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ അവൻ വീണ്ടും വരും. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ ഇനിയൊരു പാപ പരിഹാരാർത്ഥം അവൻ വരത്തില്ല.
അതുകൊണ്ട് ആകാംക്ഷാപൂർവം ജാഗ്രതയോടുകൂടി അവന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ, ജാഗ്രതയോടുകൂടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലാം. അതാണ് വിശുദ്ധ മത്തായി സുവിശേഷം 25-ാമത്തെ അധ്യായം 1 മുതൽ വാക്യങ്ങളിൽ 10 കന്യകമാരുടെ ഉപമയിൽ ഈശോ പറഞ്ഞു തരിക. ഒരുക്കമുള്ള 5 കന്യകമാരും ഒരുക്കമില്ലാത്ത 5 പേരും. ഒരുക്കമുള്ളവർ സ്വർഗത്തിലേക്ക് മണവറയിലേക്ക് കടന്നു. എന്നാൽ ഒരുക്കമില്ലാത്തവരോ മണവറയിലേക്ക് കടക്കാൻ സാധിച്ചില്ല. അവർക്ക് മണവറയിലേക്ക് കടക്കാൻ സാധിച്ചില്ല. ഇതുപോലെ തന്നെയായിരിക്കും ആരെല്ലാം ജാഗ്രതയോടുകൂടി ഒരുക്കത്തോടുകൂടി കാത്തിരിക്കുന്നുവോ അവർ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലും. ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, കരുണയാണ് ദൈവം കരുണ തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരുക്കമുള്ളവർക്ക് സ്വർഗം കിട്ടും എന്നുള്ളത് ഈശോ വളരെ വ്യക്തമായി പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. പോരല്ലോ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നിൻ്റെ കാലഘട്ടത്തെ ഒന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ, ഈ കാലഘട്ടത്തെ പറ്റി നമ്മളൊന്ന് നോക്കിയാൽ നമുക്കറിയാൻ സാധിക്കും, സകല മ്ലേച്ഛതകളും നടക്കുന്നൊരു കാലഘട്ടം. സകല മ്ലേച്ഛതകളും നടക്കുകയാണ്. ഇവിടെ ഏത് മേഖലയിലാണ് മ്ലേച്ഛതയില്ലാത്തത്, പാപം കരകവിഞ്ഞൊഴുകാത്തത് എന്ന് നമുക്ക് അറിയത്തില്ല. എല്ലാ മേഖലയിലും പാപം കരകവിഞ്ഞ് ഒഴുകുകയാണ്. തിന്മയുടെ വാതിലുകൾ ഇങ്ങനെ തുറന്നിട്ടിരിക്കുന്നു. എവിടെയും സാത്താൻ ആരാധകര്, അബോർഷൻ, ദൈവത്തെ തള്ളി പറയുന്ന അവസ്ഥ, സകല മ്ലേച്ഛപാപങ്ങളും. ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്വയം ആത്മഹത്യയിലേക്ക് ചെന്നെത്തുന്ന ഗെയിം, അങ്ങനെ ഒരുപാട് എവിടെ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ എല്ലാ സ്ഥലത്തും ഇതുപോലെ തിന്മയുടെ ദുരാത്മാക്കൾ വിളയാടിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈശോ പറയുന്നൊരു കാര്യം, നിങ്ങൾ അത്തിമരത്തിൽ നിന്ന് പഠിക്കണം. അത്തിമരത്തിൻ്റെ നിന്ന് പഠിക്കണം. കാരണം അതിൻ്റെ കൊമ്പുകൾ ഇളതാവുകയും തളിർക്കുകയും ചെയ്യുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞതുപോലെ ഈ ലോകത്ത് ഇതെല്ലാം കാണുമ്പോൾ അവൻ വാതിൽപ്പടിയിൽ നിൽക്കുന്നു എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ഈശോ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. പോരാ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇതാണ് സമയം. വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ ഈശോ പറഞ്ഞു തന്ന കാര്യങ്ങൾ എന്താ? ദൈവകരുണയുടെ സന്ദേശം. ഞാൻ നേരത്തെ പറഞ്ഞു, വാതിലുകൾ തുറക്കുക, കരുണയുടെ വാതിലുകൾ തുറക്കുക, അതൊരടയാളമാണ്. അതിനുശേഷം അന്ത്യമാഗതമാകുമെന്നാണ് പറഞ്ഞ്, അതൊരടയാളമാണ്. ഒരു കാര്യം വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ പറഞ്ഞ മറ്റൊരു കാര്യം നടന്നത്, ഫുൾഫിൽ ഒരു കാര്യം 1732 ഖണ്ഡികയിൽ, വിശുദ്ധ ഫൗസ്റ്റീന ഡയറിയുടെ 1732 ഖണ്ഡികയിൽ വിശുദ്ധ ഫൗസ്റ്റീനയോട് ഈശോ പറഞ്ഞു, എൻ്റെ 2ാമത്തെ വരവിനായി ലോകത്തെ ഒരുക്കാനുള്ള തീപ്പൊരി പോളണ്ടിൽ നിന്ന് ഞാൻ പുറപ്പെടുവിക്കും എന്ന് പറഞ്ഞു. ആ തീപ്പൊരി ചരിത്രമറിയാവുന്ന നമുക്കെല്ലാവർക്കും അറിയാം. ആ തീപ്പൊരി വിശുദ്ധ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പയായിരുന്നു എന്ന്. വിശുദ്ധ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പയെ ജീവിതം മുഴുവനും നമുക്കിങ്ങോട്ട് നോക്കിയാൽ, ദൈവകരുണയുടെ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചതും അദ്ദേഹത്തിന് മരണം പോലും ഒരു ദൈവകരുണയുടെ തിരുനാളിൻ്റെ തലേ ദിവസം രാത്രിയായിരുന്നു. ദൈവകരുണയുടെ ഒരുക്ക രാത്രിയായിരുന്നു. വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചതും ഒക്കെ ദൈവകരുണയുടെ തിരുനാൾ ദിവസങ്ങളാണ്. അപ്പം ഈ തീപ്പൊരിയിലൂടെ ലോകത്തിന് ദൈവകരുണയുടെ സന്ദേശം ദൈവം നൽകിയിട്ടുണ്ട്. എന്നിട്ട് ഈ ദൈവം നൽകിയ ഈ സന്ദേശം നമ്മളോട് ഓരോരുത്തരോടും ഏറ്റെടുക്കാനായിട്ട് ഈശോ ആവശ്യപ്പെടുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയുടെ സന്ദേശം പൂർണ്ണമായും ഉൾക്കൊണ്ട പാപ്പ നമുക്ക് ദൈവകരുണയുടെ തിരുനാൾ നൽകി. 2000 മഹാജൂബിലി വർഷത്തിൽ ആ ഈസ്റ്റർ കഴിഞ്ഞ് വന്ന ആദ്യത്തെ ഞായറാഴ്ച, എല്ലാ വർഷവും ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ഞായറാഴ്ചയാണ് ദൈവകരുണയുടെ ജൂബിലിയായിട്ട്, ദൈവകരുണയുടെ തിരുനാളായിട്ട് ആഘോഷിക്കപ്പെടുക. അങ്ങനെയാണ് ഈശോ ആഗ്രഹിച്ചത്. ആ ദിവസത്തിൽ, ദൈവകരുണയുടെ തിരുനാൾ ദിവസത്തിൽ, ദൈവകരുണയുടെ ഛായാചിത്രം വെഞ്ചിരിച്ച് ദേവാലയങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെടണമെന്നും ആ ഛായാചിത്രത്തിൻ്റെ മുമ്പിൽ വണങ്ങണമെന്നും ഈശോ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2000 മഹാജൂബിലി വർഷത്തെ ദൈവകരുണയുടെ തിരുനാൾ ദിവസത്തിൽ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ ഈ തിരുനാൾ ലോകത്തിന് മുഴുവനായിട്ട് നൽകിയിട്ട് ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ പറഞ്ഞു, ഇതാ ഇനി മുതൽ ഈ തിരുനാൾ ലോകം മുഴുവനും, എല്ലാവരും, സഭ മുഴുവനും ആചരിക്കണം. കാരണം ഈ തിരുനാൾ ദിവസം ഡയറിയിൽ പറയുന്നത് പോലെ, ഡയറിയുടെ 699 പറയുന്നത് പോലെ, എല്ലാ ആത്മാക്കൾക്കും, പ്രത്യേകിച്ച് കഠിന പാപികൾക്ക് കരുണയുടെ തിരുനാൾ
അഭയവും സംരക്ഷണവുമായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ ദിവസം അനുകമ്പാർദ്രമായ കരുണയുടെ ആഴങ്ങൾ ഞാൻ തുറക്കും. എൻ്റെ കരുണയുടെ ഉറവിടത്തെ സമീപിക്കുന്ന ആത്മാക്കളുടെ മേൽ ഞാൻ പ്രസാദവരത്തിൻ്റെ വൻകടൽ തന്നെ ഒഴുക്കും. ആ ദിവസം കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുന്ന ആത്മാക്കൾക്ക് പൂർണ്ണ ദണ്ഡവിമോചനമാണ്. മറ്റൊരു തിരുനാളിനുമില്ലാത്ത പ്രത്യേകതയാണ് പൂർണ്ണ ദണ്ഡവിമോചനമാണ്. ആ ദിവസം ദൈവകരുണയുടെ ഛായാചിത്രമൊക്കെ വണങ്ങപ്പെടണമെന്നും വെഞ്ചരിച്ച് വണങ്ങപ്പെടണമെന്നൊക്കെ ഈശോ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ നമ്മുടെ അറിവില്ലായ്മ കൊണ്ടോ നമ്മളതൊന്നും ചെയ്യാറില്ല. പക്ഷെ അടുത്ത 2018 നമ്മൾ അതിലേക്ക് കടന്നു ചെല്ലണമെന്നുള്ളൊരു ആഹ്വാനം കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നടത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവകരുണയുടെ സന്ദേശം ഇതാണ്. ഒരു പാപിക്ക് അവസാന അത്താണിയായിട്ട് സ്വീകരിക്കേണ്ട സന്ദേശം ദൈവകരുണയുടെ സന്ദേശം. മറ്റൊരു പ്രത്യേകത, ദൈവകരുണയുടെ സന്ദേശം യുഗാന്ത്യത്തിൻ്റെ സന്ദേശം. ദൈവകരുണയെപ്പറ്റി പ്രഘോഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈശോ പറയുന്നത് പോലെ യുഗാന്ത്യത്തിൻ്റെ സമയമാണ്. അത് എന്നാണെന്ന് മാത്രം നമുക്കറിയില്ല. അതെന്നുമാകാം, എന്നാണെന്ന് മാത്രം അറിയില്ല. നമുക്ക് ജാഗ്രതയോടുകൂടി കാത്തിരിക്കാം. പല ആൾക്കാരും പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട്, ഇന്നാണ്, നാളെയാണ്, മറ്റന്നാളാണെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കതൊന്നും അറിയത്തില്ല. അത് പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള ദിവസവും കാലവുമാണ്. നമുക്ക് ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കാം. നമുക്ക് ഇന്ന് ഒരു കാര്യം മാത്രം മനസ്സിലാക്കാം. ദൈവകരുണയുടെ സന്ദേശം ഞാൻ സ്വീകരിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കരുണയുടെ അല്ലാതെ ഈ ലോകത്തിൻ്റെ രക്ഷയില്ല, എനിക്ക് രക്ഷയില്ല. ഈ സത്യം ഞാൻ മനസ്സിലാക്കുന്നു. രണ്ടാമത്തെ വരവ് ഉണ്ടെന്നും സ്വർഗവും നരകവും ഉണ്ടെന്നും ആ സമയത്ത് സ്വർഗത്തിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ നീ കടന്നു വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ, അതിനായി എന്നെ ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.